നമുക്കിന്നൊരു മക്രോണിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമേ. ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു, അത് കഴിഞ്ഞ് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ഞാൻ മക്രോണി ഇട്ട് കൊടുക്കുവാണേ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ മക്രോണിക്കകത്ത് ഞാൻ ഇച്ചിരി ഓയിലും തിളച്ച് വന്ന വെള്ളത്തിൽ ഇച്ചിരി ഓയിലും ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് ജസ്റ്റ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഞാൻ ഇച്ചിരി ചിക്കൻ്റെ പീസിൽ ഇച്ചിരി മുളക് പൊടിയും ഗരം മസാലയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് കോരി വെച്ച് അതിനുശേഷം ഞാൻ ഇച്ചിരി ക്യാപ്സിക്കം, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഹാഫ് തക്കാളി, ഒരു ഹാഫ് സവോള, പിന്നെ ഒരു ഹാഫ് ക്യാരറ്റോട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അതിനുശേഷം ചൂടായ മുമ്പേ എണ്ണ എടുത്തില്ലേ, ആ പാത്രത്തിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുവാണ്. ഒരു തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മാഗിയുടെ സോയാ സോസ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചില്ലി സോസ് ഇട്ട് കൊടുത്തു. സോയാ സോസിൽ ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി ചില്ലി സോസ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. നമ്മുടെ വെന്ത് വന്ന ആ മക്രോണി ഞാൻ ജസ്റ്റ് ഒന്ന് അരിപ്പയ്ക്കകത്തോട്ടിട്ട് വെള്ളം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുളക് പൊടിയെല്ലാം ഇച്ചിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി നമ്മുടെ മക്രോണി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കനോട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുവാണേ.